Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരളത്തിലാണ് സംഭവം. ലാത്തി ചാർജ് ഡ്യൂറിംഗ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വഖഫ് ബിൽ നിയർ കരിപ്പൂർ എയർപോർട്ട്. ഡ്യൂറിംഗ് എന്നാൽ അതിനിടയിൽ, പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ പ്രതിഷേധം, എഗെയിൻസ്റ്റ് എന്നാൽ എതിരായി. വഖഫ് ബില്ലിന് എതിരായിട്ട് കരിപ്പൂർ എയർപോർട്ടിനടുത്ത് പ്രതിഷേധം, അതിനിടയിൽ ലാത്തി ചാർജ് ഉണ്ടായി. ഇതാണ് തലക്കെട്ട്. കോഴിക്കോട്. ടെൻഷൻ എന്നാൽ സംക്ഷോഭം, സംഘർഷം, ഇതൊക്കെയാണ് അർത്ഥം. ടെൻഷൻ പ്രിവെയിൽ എന്നാൽ അർത്ഥം ഉണ്ടാകുക, വ്യാപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സംഘർഷമുണ്ടായി, സംഘർഷം വ്യാപിച്ചു. കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹിയർ ഫോർ എ വൈൽ ഓൺ വെൻസ്ഡേ. കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് പ്രതിഷേധം ഉണ്ടായി, സംഘർഷം വ്യാപിച്ചു. ഓൺ വെൻസ്ഡേ, ബുധനാഴ്ച ദിവസമാണ് സംഭവം. ആഫ്റ്റർ എ പ്രൊട്ടസ്റ്റ് മാർച്ച്, ഒരു പ്രതിഷേധ മാർച്ചിനെ തുടർന്ന്. ബൈ ആൻ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റ് എന്നാൽ സംഘടന എന്നാണ് അർത്ഥം. എഗെയിൻസ്റ്റ് ദ വഖഫ് ബിൽ ടേൺഡ് വയലൻറ്റ്. എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ എതിരായിട്ട്. ഈ വഖഫ് ബില്ലിന് എതിരായിട്ട് ഇസ്ലാമിക് സംഘടന നടത്തിയിട്ടുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം എന്തായി, ഒരു സംഘർഷത്തിലേക്ക് വഴിമാറി, അതാണ് അർത്ഥം. ടേൺഡ് വയലൻറ്റ്, സംഘർഷത്തിലേക്ക് വഴിമാറി. ദി ഇൻസിഡൻറ്റ്, ഈ സംഭവം ഒക്കേർഡ്, സംഭവിച്ചു. ഡ്യൂറിംഗ് എന്നാൽ അതിനിടയിൽ. എ മാർച്ച്, ഒരു മാർച്ച്. ഓർഗനൈസ്ഡ് ബൈ ആക്ടിവിറ്റ്സ്, പ്രവർത്തകരാൽ. ഓഫ് ദ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു മാർച്ച്. ആ മാർച്ചിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആൻഡ് ദ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഈ സംഘടനകളാൽ നടത്തപ്പെട്ടിട്ടുള്ള മാർച്ച്. ആ മാർച്ചിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്, ഈ സംഘർഷം ഉണ്ടായത്. ബോത്ത് അഫിലിയേറ്റഡ് വിത്ത് ജമാഅത്ത് ഇസ്ലാമി. അഫിലിയേറ്റഡ് എന്നാൽ സംയോജിതമായ എന്നുള്ള അർത്ഥമാണ്. ഈ രണ്ട് സംഘടനകളും ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സംയോജിതമായതാണ്. ഈ സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധം, അതിനിടയിലാണ് ഈ സംഘർഷം ഉണ്ടായത്. ദ പ്രൊട്ടസ്റ്റേഴ്സ്, പ്രതിഷേധക്കാർ. വേർ ഡിമാൻഡിങ്, ആവശ്യപ്പെടുകയായിരുന്നു. ദ സ്ക്രാപ്പിംഗ് ഓഫ് ദ റീസെൻ്റ്ലി പാസ്ഡ് ബിൽ, പോലീസ് സെഡ്. സ്ക്രാപ്പ് എന്നാൽ ഇവിടെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. എറിഞ്ഞു കളയുക, ഇതൊക്കെയാണ് അർത്ഥം. ദ പ്രൊട്ടസ്റ്റേഴ്സ് വേർ ഡിമാൻഡിങ് ദ സ്ക്രാപ്പിംഗ് ഓഫ് ദ റീസെൻ്റ്ലി പാസ്ഡ് ബിൽ. റീസെൻ്റ്ലി എന്നാൽ അടുത്ത കാലത്ത് പാസ്സായിട്ടുള്ള ഈ വഖഫ് ബില്ല്, ആ ബില്ല് ഉപേക്ഷിക്കണമെന്ന് പ്രതിഷേധക്കാർ കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. പോലീസ് പറഞ്ഞു. ബാരിക്കേഡ്സ് വേർ സെറ്റപ്പ് ബൈ ദ പോലീസ്. ബാരിക്കേഡ് എന്നാൽ വേലി, പ്രതിരോധ നിര, ഇതൊക്കെയാണ് അർത്ഥം. ശത്രുക്കളെ പ്രതിരോധിക്കാൻ തൽക്കാലത്തേക്കു നിർമ്മിച്ച തടസ്സം. ബാരിക്കേഡ്സ് വേർ സെറ്റപ്പ് എന്നാൽ സജ്ജീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ബാരിക്കേഡുകൾ സ്ഥാപിക്കപ്പെട്ടു. ബൈ ദ പോലീസ് അവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ടു പ്രിവെൻറ്റ് എന്നാൽ തടയുക എന്നുള്ള അർത്ഥമാണ്. ടു പ്രിവെൻറ്റ്, തടയാൻ വേണ്ടി. ദ പ്രൊട്ടസ്റ്റേഴ്സ് ഫ്രം അഡ്വാൻസിങ്. പ്രൊട്ടസ്റ്റേഴ്സ് എന്നാൽ പ്രതിഷേധക്കാർ. അഡ്വാൻസ് എന്നാൽ ഇവിടെ അർത്ഥം മുന്നോട്ട് നീങ്ങുക എന്നാണ് അർത്ഥം. പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ട് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. വെൻ ദ പ്രൊട്ടസ്റ്റേഴ്സ് അറ്റംപ്റ്റ് എന്നാൽ ശ്രമിക്കുക. പ്രതിഷേധക്കാർ ശ്രമിച്ച ആ സമയത്ത്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ പ്രൊട്ടസ്റ്റേഴ്സ് അറ്റംപ്റ്റഡ്, പ്രതിഷേധക്കാർ ശ്രമിച്ച സമയത്ത്. ടു ബ്രേക്ക് ത്രൂ എന്നാൽ അർത്ഥം പ്രതിബന്ധങ്ങളെ തല്ലി തകർത്ത് വിജയം നേടൽ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അർത്ഥം ആ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. ഡിസ്പൈറ്റ് വാർണിങ്സ്, ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. വാർണിങ്സ് എന്നാൽ മുന്നറിയിപ്പുകൾ.
പോലീസിൻ്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ട് പോലും പ്രതിഷേധക്കാർ ആ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. പോലീസ് റിസോർട്ട് ടു എ ലാത്തി ചാർജ്. റിസോർട്ട് എന്നാൽ ഇവിടെ പ്രയോഗിക്കുക എന്നുള്ള അർത്ഥമാണ്. ആ സമയത്ത് പോലീസ് പ്രയോഗിച്ചു ടു എ ലാത്തി ചാർജ്. ആ സമയത്ത് പോലീസ് ലാത്തി ചാർജ് ചെയ്തു. ആൻഡ് യൂസ്ഡ് വാട്ടർ ക്യാനൻസ്. ക്യാനൻ എന്നാൽ ഇവിടെ പീരങ്കി എന്നാണ് അർത്ഥം. വാട്ടർ ക്യാനൻസ് വെള്ളപ്പീരങ്കികൾ പോലീസ് ഉപയോഗിച്ചു. മൾട്ടിപ്പിൾ ടൈംസ് ഒരുപാട് പ്രാവശ്യം. ടു ഡിസ്പേഴ്സ് എന്നാൽ കൂട്ടം പിരിയുക, പലയിടത്താക്കുക. ഇവിടെ ചിതറി ഓടിക്കുക എന്നുള്ള അർത്ഥം. ആളുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട്, ചിതറി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദ ക്രൗഡ് എന്നാൽ ആൾക്കൂട്ടം, ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പോലീസ് ഒരുപാട് പ്രാവശ്യം ജലപീരങ്കികൾ ഉപയോഗിച്ചു. ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. പോലീസിൻ്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ആ സമയത്ത് പോലീസ് ലാത്തിചാർജ് ഉപയോഗിച്ചു. അതുപോലെ പോലീസ് ജലപീരങ്കികളും ജനങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചു. ദ ഡെമോൺസ്ട്രേറ്റർ എന്നാൽ അർത്ഥം, ഇവിടെ അർത്ഥം പ്രകടനക്കാർ എന്നുള്ള അർത്ഥമാണ്. ദ ഡെമോൺസ്ട്രേറ്റേഴ്സ് പ്രകടനക്കാർ റെസിസ്റ്റഡ് പ്രതിരോധിച്ചു. ആൻഡ് റൈസ്ഡ് സ്ലോഗൻസ് എന്നാൽ മുദ്രാവാക്യങ്ങൾ. പ്രതിഷേധക്കാർ എതിർത്തു, പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. ദേ ലേറ്റർ അവർ പിന്നീട് ബ്ലോക്ക് ചെയ്തു, തടസ്സപ്പെടുത്തി എ സെക്ഷൻ ഓഫ് ദ റോഡ് നിയർ ദ എയർപോർട്ട്. പോലീസ് പറഞ്ഞു അവർ ഈ എയർപോർട്ടിനടുത്ത് ഒരു റോഡ് അവർ തടസ്സപ്പെടുത്തുകയും ചെയ്തു. സം പോലീസ് പേഴ്സണൽ ആൻഡ് പ്രൊട്ടസ്റ്റേഴ്സ്. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും കുറച്ച് പ്രതിഷേധക്കാർക്കും സസ്റ്റെയിൻഡ് ഇഞ്ചുറീസ് പരിക്കുകളേറ്റു. ഡൂറിങ് ദ സ്കഫിൾ എന്നാൽ അടിപിടി, ഇതൊക്കെയാണ് അർത്ഥം. കലഹം, ഈ കലഹത്തിനിടയിൽ, ഡൂറിങ് എന്നാൽ അതിനിടയിൽ, ഡൂറിങ് ദ കഫിൾ ഈ കലഹത്തിനിടയിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രതിഷേധക്കാർക്കും പരിക്കുകളേറ്റു. ദ സിറ്റുവേഷൻ ഈസ് കറൻറ്റ്ലി അണ്ടർ കൺട്രോൾ പോലീസ് ആഡഡ്. പോലീസ് ചേർത്തു പറഞ്ഞു. ദ സിറ്റുവേഷൻ സാഹചര്യം ഈസ് കറൻറ്റ്ലി കറൻറ്റ്ലി എന്നാൽ നിലവിൽ, അണ്ടർ കൺട്രോൾ നിയന്ത്രണത്തിലാണ്. ഈ സാഹചര്യം ഇപ്പോൾ നിയന്ത്രണത്തിലാണെന്ന് പോലീസ് ചേർത്തു പറഞ്ഞു.